എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കുടുത കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കഴുകിയ 2 കിലോ കുടുത കഷ്ണങ്ങളാക്കി മാറ്റിയത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്യാവശ്യത്തിന് ഉപ്പ്, അതും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി അത് മിക്സ് ചെയ്ത് എടുക്കുക, കാരണം എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാല പിടിക്കണം. അപ്പോൾ നന്നായി കൈകൊണ്ട് തന്നെ നമ്മളത് വൃത്തിയായി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് നല്ലൊരു കനമുള്ള ഒരു പാത്രം എടുക്കണം. ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം കനമുള്ള ഒരു ചീനച്ചട്ടിയാണ്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ ഒരു 1/2 കിലോ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1/2 കിലോൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 250 ആയാലും ഒരു വിധമൊക്കെ അതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തിരുമ്പി മാറ്റി വെച്ചിരുന്ന കുടുതയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായി മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് നന്നായി മൊരിപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നന്നായി നമുക്ക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കറിവേപ്പില ഇട്ടിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി വെളിച്ചെണ്ണ അതിൽ നിന്ന് പോകുന്ന രീതിയിൽ നന്നായി അത് വറുത്ത് കോരി എടുക്കണം. അതിന് ശേഷം നമ്മൾ അടുത്തത് അതിലേക്ക് ഇടുകയാണ്. അത് നന്നായി മൊരിഞ്ഞതിന് ശേഷം അത് നമുക്ക് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഞാനിത് 3 ട്രിപ്പോളം ചെയ്തെടുത്തിട്ടുണ്ട്. അത് വറുത്ത് കോരുന്നത് ഫുള്ളായിട്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നന്നായി മൊരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. അതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ഗരം മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല സൂപ്പർ മണമാണ് അതിൻ്റെ. കണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ വറുത്ത് കോരിയ ആ പാത്രത്തിൽ, ആ ചീനച്ചട്ടിയിലത്തെ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടി ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം. പിന്നെ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം പച്ചമുളക് എന്നിവ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴറ്റി എടുക്കണം. അത് നന്നായി പാകമായി വരുന്ന സമയത്ത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 2 ഗ്ലാസ് നിറയെ മുളക് പൊടിയാണ്. ആ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ചുവപ്പ് നിറം വരുന്നത് വരെ അത് നന്നായി അതിലായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് പച്ചവെള്ളം നന്നായി തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ
നിങ്ങൾക്ക് അച്ചാർ എങ്ങനെയാണോ വേണ്ടത്, അതിൽ നന്നായിട്ട് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി വെട്ടി തിളപ്പിക്കുക. ആവശ്യത്തിനുള്ള കായം ചേർക്കുക. നമ്മൾ നേരത്തെ കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുടുത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടുത അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഗ്രേവി കാണുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലത്തെ ഗ്രേവി വറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചെങ്കിൽ അത്രയ്ക്ക് വെള്ളം അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.